ആ ടണൽ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാം കാർവാർ ബീച്ച്. കൊള്ളാം. കുറേ പശു, ബസ്, ലോറിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ വഞ്ചികളൊക്കെ ഉണ്ട്. ആ മലയുടെ ചെരിയിലോട്ട് എന്ത് ഭംഗിയാന്നൊക്കെ കാണാൻ. സൂര്യ അസ്തമിക്കാറായി തുടങ്ങിയിട്ടുണ്ട്. ഓഹ്, നല്ല അടിപൊളി. നമുക്ക് ഇതിൽ കൂടെ പോകണ്ട, 6 വരിപ്പാതയാണ്. വേഗം പോട്ടെ. നമുക്കെന്നേ കർണാടക ഗോവ ബോർഡർ ഇന്ന് എത്തേണ്ടതാ. വെറുതെ ഒരു രസം. എത്തിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇപ്പം എത്തും. അതിന് അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും നമുക്ക് പോവാം. ഇത് കാർവാറിൻ്റെ ബീച്ചിൻ്റെ അടുത്ത് തന്നെയുള്ള വാർഷിപ്പ് ആൻഡ് എയർക്രാഫ്റ്റ് മ്യൂസിയം ആണ്ടത്. ഞാൻ ആദ്യം വിചാരിച്ചത് വിമാനം നിലത്ത് വീണക്കുന്നൊക്കെ വിചാരിച്ചത്, പക്ഷേ അങ്ങനെയൊന്നുമില്ല. എയർക്രാഫ്റ്റ് മ്യൂസിയം നല്ല അടിപൊളി സെറ്റ്. ഒരു മിസൈലൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ ബീച്ചിനോട് ചേർന്നിട്ട്. ടിക്കറ്റൊക്കെ എടുത്ത് കയറാൻ പറ്റില്ലെന്ന് തോന്നുന്നത്. ടിക്കറ്റ് കൗണ്ടറൊക്കെ കാണുന്നുണ്ട് അവിടെ. ഞാൻ എന്തായാലും ഈ പാലത്തിന് മുകളിൽ കൂടെ അങ്ങോട്ട് പോട്ടെ. ഇതാണ് കാളിപ്പുഴ. ഈ കാളിപ്പുഴ ഇങ്ങനെ ഒഴുകി 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 ഇത് അറ്റത്ത് കാണുന്ന കടലിലേക്ക് ചേരും. കയറ്റാണ് കേട്ടോ, തള്ളി കയറ്റിക്കൊണ്ട് നിൽക്കാം. നല്ല അടിപൊളി സ്ഥലം. അല്ലേ? ഈ നായകളെ കാണുമ്പോൾ എനിക്ക് എന്താ ഇത്ര ഇത്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ കർണാടകത്തോട് വിട പറയുകയാണ്. ഗോവയിലേക്കുള്ള യാത്ര തുടരുന്നു. അപ്പോൾ നമ്മൾ ആക്ച്വലി കർണാടക, മുമ്പിൽ ഗോവ കേട്ടോ. അപ്പോൾ നാളെ മുതൽ ഗോവയിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. കാരണം നിർത്താൻ പോകണം, വയ്യ. ഇന്ന് കുറേ ദൂരം പോകുന്നു. അപ്പോൾ എല്ലാവർക്കും ഇനി ഗോവയിലത്തെ വിശേഷമായിട്ട് വരാം. ബൈ. കർണാടക ഗോവ ചെക്ക് പോസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിൽ നിന്ന് പോകുന്നു. കഴിഞ്ഞു. വെൽക്കം ടു ഗോവ.